ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ? ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അബി തായ്ലൻഡിൽ പോയേക്കുമായിരുന്നു. 2 ആഴ്ചത്തെ ഒഫീഷ്യൽ ട്രിപ്പ് ആയിരുന്നു. അപ്പോൾ ഇന്ന് മോർണിംഗ് ആണ് വന്നത്, ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് വന്നത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബി എന്തൊക്കെയാണ് തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ നമുക്ക് ഒട്ടും വൈകണ്ട വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഇത് അബി തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഫുൾ ഫ്രോക്കാണ് കേട്ടോ. ഫുൾ ഫ്രോക്കോ ഫുൾ ഗൗൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ കവറിലുള്ള സാധനങ്ങൾ അൺബോക്സ് ചെയ്യാവേ. കൂടുതലും ജാൻവിക്കാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊക്കെ കണ്ടോ, ഇത് കളർ പെന്നാണ്. കളർ പെന്നാണ് അതിൽ എഴുതിയേക്കണേ. കളർ പെന്നാണ് ഇതിൽ എഴുതിയേക്കണത്. നോക്കിയ കളർ പെന്നാണ് എഴുതിയേക്കണത്. ഇതിന്റെ 2 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ജാമിക്ക് കുറെ കാലത്തേക്ക് കളർ അടിക്കാനുള്ളതുണ്ട്. പിന്നെ സ്റ്റിക്കേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ജാനിക്ക് സ്റ്റിക്കേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മേടിച്ച് എവിടെയെങ്കിലും ഒക്കെ ഒട്ടിച്ചു വെക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. സോ സ്റ്റിക്കേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഒരു ക്യൂട്ടായിട്ടുള്ള ബ്രഷ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു ഗ്രീൻ ആപ്പിളിന്റെ ഒക്കെ പോലത്തെ, ആപ്പിൾ ആണോ പിയർ ആണോ അല്ല ആവക്കാഡോന്റെ ഇതിലത്തെ ഒരു ക്യൂട്ട് ബ്രഷ്. ഇത് യൂസ് ചെയ്തു കേട്ടോ. ഇന്ന് കാലത്ത് ഇത് യൂസ് ചെയ്തു. ഇതെന്താണിത്? ഡക്ലിങ്ങിന്റെ ഒക്കെ പോലത്തെ ഒരു ബ്രഷാണ്. ഭയങ്കര സോഫ്റ്റ് ആണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര സോഫ്റ്റ് ആണ്, അടിപൊളിയാണ്. അത് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ആർക്കാണ് കൂടുതൽ സാധനങ്ങൾ മേടിച്ചേക്കുന്നതെന്ന്. ഇത് ജാൻവിക്ക് തലയിലിടുന്ന ബാൻഡാണ്. നോക്കേ, ഇതൊരു സ്ലൈഡാണ്, അടിപൊളി. ഇതൊരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്ലൈഡാണ്. ഇങ്ങനെ നമുക്ക് കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ അടുത്ത ഹെയർ ബാൻഡ് അല്ല, ബുഷ് അങ്ങനെയൊക്കെ പറയാം. പിന്നെ നോക്കിക്കേ, ഈ ഒരു സ്ലൈഡ് ഇത് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. പിന്നെ നോക്കി, ഇതൊരു അടിപൊളി പെന്നാണ്. ജാൻവിക്കാണ്. ദിസ് അനദർ വൺ. സെമ്മ ക്യൂട്ടല്ലേ? പിന്നെ അനദർ, ഇത് ജെൽ പെന്നാണ്. കാണിച്ചു തരാം. ഇതിങ്ങനെ വെളിയിലോട്ട് എടുത്താലാണ് എന്റെ ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ. കണ്ട, ഇതെല്ലാം അടിപൊളിയാണ് കേട്ടോ. ദെൻ പെൻസിൽസ്, ദെൻ വൺ മോർ പെൻ. ഇത് കണ്ടോ, എനിക്ക് കളിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അടിപൊളിയാണ്. ദെൻ വൺ മോർ പെൻ. ഇതൊക്കെ ജാൻവിക്കാണ്. ഒരു ചോക്ലേറ്റിന്റെ ഒക്കെ പോലത്തെ. ദെൻ വൺ മോർ പെൻ. നോക്കി, എന്ത് ക്യൂട്ടല്ലേ? പിന്നെ ഇത് ഫുള്ള് ഇറേസർ ആണ്, ആസ്ട്രോണന്റെ. ഇത് കണ്ടോ, ഇങ്ങനത്തെ ടൈപ്പ് ഇറേസർ ആണ്. ഇത് ഫുള്ള് ഞാൻ കാണിക്കല്ലോ, നിങ്ങൾക്ക് ഇവിടെ ഷെയ്ഡ് കാണാമല്ലോ. ഇതൊരു ബാമാണ് കേട്ടോ. ഇത് തുറക്കണോ? ഇതൊരു ബാമാണ്. ദെൻ ഇതൊരു ക്യൂട്ടായിട്ടുള്ള ഒരു കട്ടറാണ്, ഷാർപ്നറാണ്. പിന്നെ
ഇത് ഇപ്പോഴത്തെ ഓറിയോ, ലേറ്റസ്റ്റ് ഓറിയോ ആണ്. പിന്നെന്താ, ദെൻ അനദർ ഹെയർ ബാൻഡ്സ് ബുഷ് അങ്ങനത്തത്. ദെൻ പിന്നെന്താ, പിന്നെ ദേ കൊറേ നമ്മളിങ്ങനെ ഭിത്തിയിലും അലമാരമേലൊക്കെ ഇങ്ങനെ നമ്മൾ ഹാങ്ങിങ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ദെൻ ഇത് മിക്സ്ഡ് ബെറീസിന്റെ ഒരു മിഠായിയാണ്, ഷുഗർ ഫ്രീ. ഒരു പൂയി പോട്ടെ. ഇനി എനിക്കൊരു ക്യൂട്ടായിട്ടുള്ള ഒരു തായ്ലൻഡ് ഫ്രോക്ക് ഇതിവിടെ ഇട്ട് നോക്കിയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. സൈഡിൽ ഇങ്ങനെ നമുക്ക് കെട്ടി വെക്കാനൊക്കെ പറ്റും. അപ്പൊ നമുക്ക് കറക്റ്റ് ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും. അടിപൊളി ഫ്രോക്കാണ് കേട്ടോ. ഭയങ്കര ചൂട്, AC ഇട്ടിട്ടുണ്ട് എന്നാലും ഭയങ്കര ചൂട്. ഓക്കെ, ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കാണിക്കണത്. വേറെ ഒന്നല്ല, തായ്ലൻഡിൽ ഞാനിങ്ങനെ അടിച്ചു നോക്കി കഴിഞ്ഞപ്പോ, ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോ കുറെ സോപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് കണ്ടു. സോപ്പാണ് ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞത്. ഇതേ ഇടുവാ, ക്ലോസ് ആയിട്ട് എടുത്ത് ഇത് കണ്ട നിങ്ങൾക്ക് ഒരു ഫ്ലവർ ആയിട്ട് തന്നെയല്ലേ തോന്നുക, പക്ഷെ ഇതൊരു സോപ്പാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ. ഈ ഫ്ലവറിന്റെ തന്നെ സ്മെല്ലാണ് ഇതിന്. ഇത് ഞങ്ങൾ യൂസ് ചെയ്തു. ഇന്നലെ ഒരു പ്രാവശ്യം യൂസ് ചെയ്താണ്. ഇന്നലെ അല്ല, ഇന്ന് കാലത്ത് ഒരു പ്രാവശ്യം യൂസ് ചെയ്തതാണ്. പിന്നെ അതെ, നമ്മുടെ ബബ്ലൂസ് നാരങ്ങയില്ലേ, ബബ്ലൂസ് നാരങ്ങയുടെ ശരിക്കും ഒരു ബബ്ലൂസ് നാരങ്ങ മുറിച്ച് വെച്ചേക്കണ പോലെ തന്നെ ഉണ്ട്. വളരെ ക്യൂട്ടാണ്. സ്മെല്ലും ബബ്ലൂസ് നാരങ്ങയുടെ തന്നെയാണ്. പിന്നെ ഇത് നോക്കേ, ഫ്രൂട്ട്സിന്റെ റാണി എന്നൊക്കെ പറയുന്നത് നമ്മുടെ മാംഗോസ്റ്റീൻ മുറിച്ച് വെച്ചേക്കുന്നതാണ് നമ്മുടെ അടുത്ത സോപ്പ്. ഇതിന്റെ മണം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ദെൻ ഇത് നോക്കിക്കേ, മാംഗോ. ഒരു മാംഗോ മുറിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതേപോലത്തെ സോപ്പാണ്. കറക്റ്റ് മാംഗോയുടെ സ്മെല്ലാണ് കേട്ടോ. തായ്ലൻഡിൽ ഫേമസ് ആണ് മാംഗോ സ്റ്റിക്കി റൈസ്. ഇത് കാണുമ്പോ മാംഗോ സ്റ്റിക്കി റൈസിന്റെ മേളിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് മാംഗോസ് വെക്കുക. സോ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ദെൻ സൺഫ്ലവർ ഈ സോപ്പും അടിപൊളിയാണ് കേട്ടോ. അടിപൊളി സ്മെല്ലാണ്. ദെൻ വൺ മോർ സോപ്പ് ഉണ്ട്. ഇതും നല്ല സ്മെല്ലാണ് കേട്ടോ. അടിപൊളി സ്മെല്ലാണ് ഈ സോപ്പിനും. ഓക്കെ, സോപ്പിന്റെ സെക്ഷൻ കഴിഞ്ഞു. ഇതൊക്കെ ഇത് ജാൻവിക്ക് മേടിച്ച കണ്ണാടിയാണ് കേട്ടോ. ജാൻവി ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ അച്ചായി അവർക്ക് ഇങ്ങനത്തെ ഒരു കണ്ണാടി മിററൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കളർ പെൻസിലാണ്. ഇത് ഫുൾ കളർ പെൻസിലാണ്, കണ്ട, ഇത് ഫുൾ കളർ പെൻസിലാണ്. അതേപോലെ തന്നെ അതിന്റെ കട്ടറാണ് ഇവിടെ ഉള്ളത്. അതങ്ങനെ. പിന്നെ അതെ, ഇതിന്റെ ഒരു 4 ഗ്ലാസ് ഉണ്ട്. പിന്നെ നമുക്ക് വെള്ളമൊക്കെ കുടിക്കാനായിട്ടൊക്കെ വളരെ ക്യൂട്ടാണ്. ഇതിന്റെ പല കളേഴ്സ് ഉണ്ട് കേട്ടാ. പിന്നെ ഇത് അനദർ ബാമാണ്. ഒരെണ്ണം ഹോട്ടും ഒരെണ്ണം കൂളും ആണ്. നമ്മുടെ ബാക്ക് പെയിൻ ഒക്കെ വളരെ നല്ലതാണ്, അടിപൊളിയാണ്. ദെൻ പിന്നെ വരുന്നത് പെർഫ്യൂംസ് ആണ്. ഇത് ഭയങ്കര നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ് കേട്ടോ. നോക്കിക്കേ, ഇത് അനദർ. ഇതിനൊക്കെ അടിപൊളി സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഇത് 2 ഇതിനൊക്കെ നല്ല ചക്കര സ്മെല്ലാണ് കേട്ടോ. അടിപൊളി സ്മെല്ലാണ് ഇതിനൊക്കെ. എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ്. അപ്പൊ അതുണ്ട്. പിന്നെ ഇത് കുറെ ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഡ്രൈ ഫ്രൂട്ട്സ് കുറെ ഉണ്ട്. പല ഇതിന്റെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്.
ദെൻ മാംഗോസ്റ്റീന്റെ ഒരു ടൈപ്പ് ക്യാൻഡിയാണ്, ഒരു ചൂയി ടൈപ്പ് ക്യാൻഡിയാണ് ഇത്. ഒരു ദുരിയൻ ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും, അതിന്റെയാണ്. ഓക്കെ, ഇതിൽ നമ്മൾ കഴിച്ചിട്ടില്ലാത്ത പല ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇത് ഏത് ഫ്രൂട്ടാണെന്ന് എനിക്ക് പറഞ്ഞു തരാനാണൂടാ. ഇത് നോക്കി, വയലറ്റ് കളറുള്ള ഫ്രൂട്ട് നോക്കി, കണ്ടോ? നമ്മൾ കഴിക്കാത്ത ടൈപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ദെൻ ഇതെന്തോ, ഇതൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല, സോ അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിഞ്ഞൂടാ. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ ഇത് ഒരു മോയ്സ്ചറൈസറിന്റെ ഒരു ബോഡി ബട്ടർ ആണ്. നല്ല സ്മെല്ലാണ് കേട്ടോ, അടിപൊളി സ്മെല്ലാണ്. ഇതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്ത് ഓൾറെഡി നോക്കിയതാണ് കേട്ടോ സ്മെല്ല്. പിന്നെ ജാൻവിക്ക് ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. ഉണ്ടാ വാട്ടർ ബോട്ടിൽ അടിപൊളിയാണ് കേട്ടോ. അതെ, പിന്നെ ഒരു ലഞ്ച് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ മൈക്രോവേവ് സേഫ് ആണ്, സോ അടിപൊളിയാണ് കേട്ടോ. ദെൻ അവൾക്ക് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അവള് സ്കൂളില് ലഞ്ചിന് സ്പൂൺ കൊണ്ടുപോകാറുണ്ട്, സ്പൂണിലാണ് അവൾ കഴിക്കാറ്. സോ ഒരു സ്പൂണും കണ്ട ഒരു ഫോർക്കും, ക്യൂട്ടല്ലേ? ദെൻ നമ്മൾ നേരത്തെ കണ്ടു ഓറിയോന്റെ ലേറ്റസ്റ്റ് കുക്കീസ്. ദെൻ എന്റെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് ആണ് എനിക്ക് റാഫെല്ലോ. ഇതിന്റെ 2 എണ്ണം കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് കാലത്ത് വന്നപ്പോ തന്നെ ഞാൻ ഒരു പാക്കറ്റ് ഫുള്ള് കഴിച്ചു. ഇന്ന് കുറച്ചു നേരത്തെ ഒരു പാക്കറ്റ് ഫുള്ള് കഴിച്ചു. പിന്നെ ഉള്ളതാണ് ഇത്. ഓക്കെ, ദെൻ ഫെറോറോ റോച്ചർ, ഇതൊരു ബോക്സ്. പിന്നെന്താ, നോക്കിക്കേ, ഒരു ചക്കര ഹോട്ട് ബാഗ് ഉണ്ട്. നമുക്ക് ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോട്ട് ബാഗ് ആണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, തൊടാൻ തന്നെ നല്ല സുഖമാണ്. ഓക്കെ, അപ്പൊ ഇതുണ്ട്. ഇത്രയും വേഫർ വാങ്ങിയിട്ട് ഞാൻ പറയാം, ഫ്ലേവർ പറയാം. ദുരിയന്റെ വേഫേഴ്സ്, ദുരിയൻ ചക്കയുടെ. ദെൻ മാംഗോന്റെ വേഫേഴ്സ്. ദെൻ ജാൻവിക്ക് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ്. ദെൻ സ്ട്രോബെറിയുടെ വേഫേഴ്സ്. ദെൻ ബ്ലൂബെറിയുടെ വേഫേഴ്സ്. പിന്നെ അവിടെ കിറ്റ്കാറ്റിന്റെ പല ഫ്ലേവേഴ്സ് കിട്ടും. ഈവൻ മാച്ച, പിന്നെ വേറെ കുറെ ടൈപ്പ് കിട്ടും. അതില് സ്ട്രോബെറിയുടെ കിറ്റ്കാറ്റ് ആണ്. ഇത് നാട്ടിലൊന്നും നമ്മൾ കാണത്തില്ല, ഇവിടെയും കിട്ടത്തില്ല. സോ സ്ട്രോബെറിയുടെ കിറ്റ്കാറ്റ് ആണ്. ഇത് രണ്ടും സ്ട്രോബെറി. ദെൻ ഇത് നിന്നിരുന്നു നെസ്ലെ മൈലോന്റെ കിറ്റ്കാറ്റ് ആണ് കേട്ടോ, 2 പാക്കറ്റ്. ഇതൊരു ട്രോപ്പിക്കാനയുടെ, ഇതൊരു ബോഡി ലോഷൻ ആണ്. ഇതൊരു ചോക്ലേറ്റിന്റെ ഒക്കെയാണ്, അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇതിന്. പിന്നെ കിറ്റ്കാറ്റ് തന്നെ വേറെ. ഇത് ടോബ്ലറോൺ. ഇത് കിൻഡർ ജോയ്, കിൻഡറിന്റെ ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ സാധനം ഇവിടെ ആർക്കാണ് വാങ്ങിയിട്ടുള്ളതെന്ന്. പിന്നെ സോപ്പ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ലോഗ്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഈസ് സേതുലക്ഷ്മി അഭിലാഷ് സൈനിങ് ഓഫ്.